ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദൻ. ഭാഗം 1930. ഇന്ന് ഏപ്രിൽ മാസം 13-ാം തീയതി, 103-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് ഓശാന പെരുന്നാളാണ്. ആരാധനാക്രമത്തിലെ പച്ചപ്പുള്ള ഒരു ദിവസമാണ് ഇന്ന്. കൈകളിൽ കുരുത്തോലകളുമായി ദൈവജനം ദേവാലയത്തെ ഉദ്യാനമാക്കുന്ന ദിവസമാണ്. നമ്മുടെ ആത്മീയ ചിന്തകളിൽ പോലും ഇനി ഇടം കണ്ടെത്തേണ്ട ഒരു നിലപാടിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ പ്രതീകാത്മക കർമ്മങ്ങളെല്ലാം. കുറച്ചും കൂടി പച്ചപ്പാണ് കേട്ടോ. നമ്മളുടെ മനസ്സിനും വിചാരത്തിനും നമ്മളുടെ നിലപാടുകൾക്കും പ്രവർത്തനങ്ങൾക്കുമൊക്കെ പരിസരങ്ങളെ കുറച്ചുകൂടി പച്ചപ്പില് നിലനിർത്താനുള്ള ഒരു പരിശ്രമം ഉണ്ടാവട്ടെ. പരിസ്ഥിതിയെ നശിപ്പിക്കുന്നവൻ്റെത് ചൂഷണത്തിന്റെ നിലപാടാണെന്ന് തിരിച്ചറിയട്ടെ. ഒരു പച്ചിലയെങ്കിലും കാത്തു സൂക്ഷിക്കാനായിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഈ സംരക്ഷണത്തിന്റെ ആത്മീയതയിൽ ഒരു പച്ചപ്പിന്റെ അനുഭവം എല്ലായിടങ്ങളിലും നിറയട്ടെ. ജനക്കൂട്ടത്തിന്റെ വലിയൊരു ജൈവിളികള് മുഴങ്ങുന്നുണ്ട് ഈ ദിനം. എതിരേൽക്കപ്പെട്ടത് ആരായിരുന്നു? ക്രിസ്തുവായിരുന്നു. പക്ഷേ ഈ ജൈവിളിച്ച് എതിരേൽക്കുമ്പോൾ ആ എതിരേൽക്കുന്ന ആൾക്കൂട്ടത്തിന്റെ മനസ്സ് പക്ഷേ ക്രിസ്തുവിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരുന്നു. കാരണം ഈ എതിരേൽപ്പൊക്കെ കഴിഞ്ഞ് ദേവാലയ ശുദ്ധീകരണ സംഭവം നമ്മൾ മറന്നുപോകുന്നുണ്ട്. എനിക്ക് ഈ ജനക്കൂട്ടം ഏറെ നേരമായിട്ട് ജയ് വിളിച്ചതല്ലേ, വളരെ വലിയൊരു സ്വീകരണം ഒരുക്കിയതല്ലേ, അതുകൊണ്ട് അവരുടെ ചില അതിക്രമങ്ങളെ, അവരുടെ ചില ക്രയവിക്രയങ്ങളെ കണ്ടില്ലെന്ന് അറിഞ്ഞില്ലെന്ന് നടിച്ചേക്കാം. അങ്ങനെ ഒരു വിട്ടുവീഴ്ച നിലപാട് യേശു സ്വീകരിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു വിട്ടുവീഴ്ച നിലപാട് ക്രിസ്തുയേശുവിനില്ല. ദേവാലയം ശുദ്ധീകരിക്കുകയാണ്. എന്റെ പിതാവിന്റെ ഭവനമാണിതെന്ന് അവരെയെല്ലാം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കച്ചവടം എന്ന വാക്ക് ഉപയോഗിക്കുന്നു. സകലവിധ ലാഭമോഹങ്ങളെയും മത്സരബുദ്ധിയെയും അടയാളപ്പെടുത്തുന്ന ഒരു സൂചകമാണ്. കച്ചവടം ചെയ്തിരുന്നവരെ പുറത്താക്കി എന്ന് പറഞ്ഞാല് ദേവാലയത്തിന് നിരക്കാത്ത, പിതാവാം ദൈവത്തിന് നിരക്കാത്ത നിലപാടുകളെ പുറത്താക്കിയെന്നാണ്. നമ്മൾ വസിക്കുന്ന ഈ കാലം, നമ്മളുടെ ഈ ലോകം ഇത്രമാത്രം ആസുരവും രോഗാതുരവുമാക്കി മാറിയത് കച്ചവട മനോഭാവങ്ങളുടെ വളർച്ച കൊണ്ട് തന്നെയാണ്. എനിക്ക് എന്ത് കിട്ടുമെന്ന ചിന്തയാണ്. ബന്ധങ്ങളിൽ, സൗഹൃദങ്ങളിൽ, പ്രാർത്ഥനകളിൽ, സമ്മേളനങ്ങളിൽ, അധ്യാപനത്തിൽ, പൗരോഹിത്യത്തിൽ, സകല ശുശ്രൂഷകളിൽ എല്ലായിടത്തും കച്ചവട മനോഭാവം അതിന്റെ ആധിപത്യം പുലർത്തുന്നു. ഓശാന വിളികളാൽ എതിരേൽക്കപ്പെട്ട് യെരുശലേം നഗരിയിലേക്ക് പ്രവേശിച്ച യേശു ദേവാലയ ശുദ്ധീകരണം നിർവഹിച്ചതിനു ശേഷം തന്നെ തന്നെ മുറിച്ചു നൽകുന്ന പീഡാസഹനങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത്. എനിക്കെന്ത് കിട്ടുമെന്നല്ല, ഞാൻ എന്ത് കൊടുക്കുമെന്ന്, എനിക്കെന്ത് കൊടുക്കാനാവുമെന്ന്, അതിലൂടെ ജനം രക്ഷപ്പെടണം. ആ ചിന്തയിലാണ്, പ്രവൃത്തിയിലാണ് പിതാവിന്റെ ഭവനം രൂപപ്പെടുന്നത്. ഓശാന പെരുന്നാളിൽ ഓരോരുത്തരും ഈ ചിന്തയെ ഉള്ളിൽ ഒന്ന് ഏറ്റെടുക്കണം. നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കുക, നാളെ നിന്റെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ആ യോശുവ പ്രവാചകന്റെ 3-ാം അധ്യായത്തിൽ പറയുന്ന തിരുവചനവും കൂടി നമുക്ക് ഈ നല്ല ദിനം ഓർത്തെടുക്കാം, ചേർത്ത് പിടിക്കാം. ആമേൻ.